എല്ലാ മാസവും 100ഓളം കുടുംബങ്ങൾക്ക് 5 കിലോ വീതം അരി കൊടുക്കാറുള്ള എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വെറും 4 ദിവസം കൊണ്ടാണ് നിങ്ങൾ 25,000 രൂപ എനിക്ക് അയച്ചു തന്നത്. എന്തായാലും ആ 25,000 രൂപ കൊണ്ട് ഇന്ന് ജൂൺ 4-ാം തീയതി ഞാൻ ആ 100 കുടുംബങ്ങൾക്കുള്ള കാർഡ് വിതരണം ചെയ്തു. ആ 100 കുടുംബങ്ങൾ വന്ന് അവരുടെ അരി വാങ്ങിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ആണ് ഞാൻ എത്ര പാക്കറ്റ് പാക്ക് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഏറ്റവും അടിയിലുള്ള വരിയിൽ 12 പാക്കറ്റുകളും അതിൻ്റെ മുകളിൽ 11 പാക്കറ്റുകളും അതിൻ്റെ മുകളിൽ 10ഉം അതിൻ്റെ മുകളിൽ 9ഉം ഏറ്റവും മുകളിൽ 8 പാക്കറ്റുകളാണുള്ളത്. അങ്ങനെ 50 അരി പാക്കറ്റുകളാണ് ഇരിക്കുന്നത്. അങ്ങനെ 50ഉം അതിൻ്റെ പുറകിൽ ഒരു 50ഉം കൂടി ഉണ്ട്. അങ്ങനെ 100 പാക്കറ്റുകൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പാക്കറ്റുകളാണ് നമ്മൾ അവർക്ക് വിതരണം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 100 പാക്കറ്റുകളും ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരികയാണ്. അതിന് നമുക്ക് അത് കൊടുത്തു തുടങ്ങാം. ഓരോ വീടുകളിലും പോയിട്ട് കാർഡ് കൊടുക്കുകയാണ്. ഏറ്റവും പാവപ്പെട്ട തീരെ അർഹത, അതായത് തീരെ ബുദ്ധിമുട്ടുന്ന ഏറ്റവും അർഹതയുള്ള ആളുകളെ തേടി കണ്ടുപിടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് പാക്ക് ചെയ്യുന്നത് ഞാൻ ദത്തെടുത്ത 3-4 കുട്ടികളുണ്ട്, അവരും കൂടിയിട്ടാണ്. ആരും ഇല്ലാത്ത അഭയാർത്ഥി കുട്ടികളാണ് ഇവരും. ഇതേപോലെ വേറെയും കുട്ടികളുണ്ട്. അവരൊക്കെയാണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത്, പാക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് അവരാണ്. ഓരോ വീടുകളിലും ഉള്ള ആളുകൾ അവർക്ക് കൊടുത്ത കാർഡും കൊണ്ട് വരികയാണ്. ആ കാർഡ് ആണ് ഞാൻ വാങ്ങുന്നത്. അത് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഇവരെ വീട്ടിലൊന്നും ആണുങ്ങൾ പോലും വരാനില്ലാത്ത ആളുകളാണ് ഈ കുട്ടികൾ. രാത്രി 10 മണി മുതൽ 12 മണി വരെ ഒരു ദിവസം പാക്ക് ചെയ്തത്. 50 പാക്കറ്റ് ഒരു ദിവസം, പിന്നെ 50 പാക്കറ്റ് ഒരു ദിവസം. ഞാനതിൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ അവരെ സഹായിക്കും. അങ്ങനെ പിറ്റേ ദിവസം നമ്മളത് കൊടുക്കുകയാണ്. ജൂൺ 4-ാം തീയതി. മെയ് 26-നാണ് ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് നിങ്ങളോട് പറഞ്ഞത്. 4 ദിവസം കൊണ്ട് 25,000 രൂപ നിങ്ങളെല്ലാവരും കൂടി അയച്ചു തന്നു. 21 നന്മയുള്ള സഹോദരങ്ങളാണ് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത്. ഈ മാസം ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് സഹായിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാതെ പോയ അടുത്ത സഹോദരങ്ങൾക്ക് ഇതിനു വേണ്ടി സഹായിക്കാം. നമുക്ക് അടുത്ത മാസവും ഇതുപോലെ 100 കുടുംബങ്ങൾക്ക് അരി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും അത് കൊടുക്കാൻ പറ്റും. ശരിക്ക് പറയുകയാണെങ്കിൽ എല്ലാ മാസവും ഒരു 100 രൂപ വീതം കുറച്ച് പേര് അയക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇവർക്കത് ചോദിക്കാതെ തന്നെ എനിക്കത് കൊടുക്കാമായിരുന്നു. എന്തായാലും എല്ലാ മാസവും കൊടുക്കുമ്പോൾ അത് ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഇത് തന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ തന്ന ആളുകളുടെ പേര് വിവരങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഈ പോസ്റ്റിലും അത് കാണാം. അപ്പം അതുകൊണ്ട് 1 രൂപ പോലും വേറെ എവിടെയും പോയില്ല. ഈ പാവപ്പെട്ട ആളുകൾക്ക് തന്നെ മാത്രമാണ് അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം 25,000 രൂപയുടെ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് 50,000 രൂപ പിരിച്ചു, അതല്ലെങ്കിൽ 1,00,000 രൂപ പിരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ അത് നടക്കില്ല. കാരണം ആരൊക്കെയാണ് തന്നത് ഓരോ ആളുകളുടെയും പേര് വിവരങ്ങൾ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ എൻ്റെ കയ്യിൽ, ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കയ്യിലൊരു 5-8 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വളരെ കുറഞ്ഞ് ഒരു 5,000 രൂപയ്ക്കായി മാറിയിട്ടുണ്ട്. അതാണ് ഇത്രയും നാളത്തെ എൻ്റെ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഞാൻ നേടിയ ഒരു കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പല ആളുകളും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുള്ള വസ്തുവകകളൊക്കെ വാങ്ങി. പക്ഷെ ഞാനിപ്പം എൻ്റെ ഉള്ള വീട് വിൽക്കേണ്ട ഒരു സ്ഥിതിയിലാണ്. കാരണം വീടിൻ്റെ മുകളിൽ 8 ലക്ഷം രൂപ, 8 ലക്ഷം അല്ല 25 ലക്ഷം രൂപ മൊത്തം ലോൺ ഉണ്ട്. 8 ലക്ഷം രൂപ ആദ്യം, പിന്നെ എടുത്ത് അത് വീടാൻ പറ്റാതെ ഇപ്പോൾ വീണ്ടും എടുത്തിട്ട് ഏകദേശം 25 ലക്ഷം രൂപയോളം ലോണിലാണ്. ഇപ്പം അത് ജപ്തി വരുന്നതിന് മുൻപ് ആ വീട് വിറ്റിട്ട് ആ കടം വീട്ടണം എന്ന് കരുതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥിതി. അത് ചെയ്യാം. അതിന് വാങ്ങാനൊരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും ആ സ്ഥലം വാങ്ങാൻ ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ജപ്തിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ വീടും സ്ഥലവും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീടും സ്ഥലവും തരാം.
എനിക്ക് ഇതൊക്കെ മതി. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ സഹായിച്ച് എൻ്റെ കയ്യിൽ അവസാന രൂപ ചെലവാകുന്നത് വരെയും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും മക്കളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി അവർക്ക് രണ്ടുപേർക്കും നല്ല ജോലിയാക്കി കൊടുത്തു. എല്ലാവർക്കും എന്നെക്കാൾ വരുമാനമുള്ള ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ഒരു പേടിക്കാനില്ല. അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് സഹായിച്ച് അവരെ പഠിപ്പിച്ച് നല്ല രീതിയിലൊക്കെ ആക്കി. പക്ഷെ അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ പറയാറായിട്ടില്ല. ഇതുവരെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ അവർക്ക് വേണ്ടി ചെലവാക്കിയ ആ പൈസയെങ്കിലും അവർ തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് ആ വീട് ലോണ് അടച്ചു പോവായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം കാണാനില്ല. അതുകൊണ്ട് വീടും സ്ഥലവും വിറ്റ് മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ ആ കടം വീട്ടുന്നതിന് വേണ്ടി വീട് സ്ഥലം വിൽക്കേണ്ടി വരും. എന്നാലും ഇതുപോലെ ഉള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും വീണ്ടും മുന്നോട്ട് വരണം. അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച 21 സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും വരാത്ത വിധം സർവശക്തനായ നാഥൻ അവരെ സംരക്ഷിക്കട്ടെ. അവർക്കൊരിക്കലും ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധം അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും ആർക്കും തന്നെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടോ പട്ടിണി അനുഭവിക്കേണ്ടി വരികയോ ഉണ്ടാവാത്ത വിധം സർവശക്തനായ നാഥൻ അവരെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ കുട്ടികളാണ് ഞാൻ ദത്തെടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടികളാണ്. ഒരു 4-5 കുട്ടികളുണ്ട്. അതിൽ 1-2 ആള് 3 ആളെ ഇപ്പൊ കാണുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ പഠിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടിരിക്കുകയാണ്. എന്തായാലും അതുപോലെ 3-4 വിധവകളുണ്ട്. അവരും ഇതേപോലെ ഇവിടെ ഇതുപോലുള്ള സഹായങ്ങൾക്കൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ കടയിൽ ഇപ്പൊ ഈ ഒരു കട അതിനു വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്. ഈ കടയിലെ പ്രോഫിറ്റ് ആ 3 കുടുംബങ്ങൾക്ക് ഉള്ളതാണ്. അവര് ആ കടയിലെ ഒരാള് സെയിൽസ്, ഒരാള് കടയിലെ പുറമെ ഉള്ള ഓർഡറുകൾ എടുക്കാനും, മറ്റൊരാള് അവിടെയുള്ള അടയ്ക്കാണ് അതിന്റെ ബിസിനസ്, അടയ്ക്ക പൊളിക്കാനും അതിന്റെ കഷ്ണങ്ങളാക്കാനും പാക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ സഹായിക്കും. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഈ ഒരു ഷോപ്പ് കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ 1-ാം തീയതി ആകുമ്പോൾ ഇവര് വന്ന് നിൽക്കും ഈ കാർഡ് വാങ്ങാൻ വേണ്ടി. എല്ലാ മാസവും നമ്മൾ കാർഡ് വിതരണം ചെയ്യണമല്ലോ, 100 കാർഡ്. അപ്പൊ അത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിൽ കൊടുക്കും എന്ന് പറയണല്ലോ. അപ്പൊ അത് പറ്റാതെ ആയിപ്പോയി. കഴിഞ്ഞ മാസം 26-ാം തീയതി ആയിട്ടും എനിക്കതിന് സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഈ മാസം ഒന്നുമില്ല, കൊടുക്കാനൊന്നും കിട്ടിയിട്ടില്ല. അത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് 25,000 രൂപ 4 ദിവസം കൊണ്ട് അയച്ചു തന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത മാസത്തേക്കുള്ള കാര്യങ്ങളും തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കണം. ഇതുപോലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സർവശക്തനായ നാഥൻ സ്വീകരിച്ച് നമുക്കെല്ലാവർക്കും ഒരു കാലത്തും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നും ഇല്ലാത്ത വിധം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. No diveniva, non di tirare. A tu mi davvero ma se già mi davvero sei figli da ramo. Hai che dava io gottiane haram. Ah dai te lo devi mandare mi era dato tu di dire. A tu ma godo godo. Con la ya fodina.
Apa teh benar mata enggak tadinya. Nah, tadi tuh. Ya, biar salah.